വോട്ടെടുപ്പിൽ ജയിച്ച ആളാണ്, അനുകൂലമായ വിധി നേടിയ ആളാണ്. പലപ്പോഴും ഈ മാധ്യമങ്ങളിൽ മനഃപൂർവ്വം ടാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എതിരാളികൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മീഡിയക്കാർക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ കഴിയുക. കാര്യം മീഡിയയുടെ ഫ്രണ്ടിൽ ഒരു വ്യാജ പരാതി കൊടുത്ത് അതൊന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ പേര് പറഞ്ഞ മാതൃഭൂമി ചാനൽ ഞാൻ ഫോണിൽ സംസാരിക്കാറുണ്ട്. മാധു അടക്കം ഉണ്ടായിരുന്നു. മാധു പറഞ്ഞു എങ്ങനെയാണ് ഒരു പോക്സോ പ്രതിയെ സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറ്റുക എന്നൊക്കെ. അവിടെയാണ് അതിനൊരു കോണ്ടെക്സ്റ്റ് ഇല്ലേ, പുള്ളിക്ക് അനുകൂലമായ വിധി വന്നില്ലേ, കേട്ടാ തോന്നും പുള്ളിയെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. കുറ്റക്കാരനല്ല എന്ന് വിധിച്ചാൽ അതിന് മുൻകൂർ ജാമ്യം കൊടുത്തു. ലീനിങ് ടുവേർഡ്സ് ഏതാണ്? ഇനി രണ്ട് കോടതി കുറ്റം പറയുന്നതല്ല. അല്ല എന്ന് പറയുന്നത് നല്ല പോയിന്റ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട. ഞാൻ ചോദിച്ചോട്ടെ, സംശയമാണ്. എന്തായാലും കുറ്റം ആരോപിച്ചു, പോക്സോ ആണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല, കുറ്റക്കാരനായിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികളാണല്ലോ പോക്സോ എന്ന് പറഞ്ഞ് കേസ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. വേണമെങ്കിൽ ഒന്ന് വിധി വന്നിട്ട് നമുക്ക് പോയാൽ ചിന്ത എടുക്കുമായിരുന്നു. കുട്ടികള് ഞാൻ അവിടെ ചെല്ലുമ്പോ എന്നെ കണ്ടപ്പോ ബിഗ് ഫാൻ ബ്രോ, എന്റെ വീഡിയോ ഉണ്ട്, എന്റെ ക്യാമറമാൻ പറഞ്ഞ വീഡിയോ ഉണ്ട്. ബിഗ് ഫാൻ ബ്രോ എന്ന് പറഞ്ഞ് വിളിച്ച് ഓടി വന്ന കുട്ടികളാണ് ഞാൻ കാണുന്നത്. അപ്പൊ കുട്ടികളുടെ പിള്ളേരെ കള്ളവില്ലെന്ന് അല്ല, ഞാൻ ഇത്രയും എന്നെ വളരെ ആഗ്രഹിച്ച് എന്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച സ്ഥലത്ത് ഞാൻ പോവാതിരിക്കണം. ഇനി മുതൽ നാളെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഞാൻ പോവാതിരിക്കണം. അതിലൊരു മന്ത്രിയെ പേടിച്ച് ഞാൻ പോവാതിരിക്കണം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം എന്നെ വിളിക്കുന്നിടത്തോളം കാലം, എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ പങ്കെടുത്തിരിക്കും. കാരണം എന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്, മനസ്സിലായി. അപ്പൊ അവര് വേണ്ടാന്നുണ്ടെങ്കിൽ വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പോവാതിരിക്കാം. അല്ലെങ്കിൽ വലിയ ഒരു പ്രാക്ടിക്കൽ പറഞ്ഞു കൊടുക്കട്ടെ. ഈ കേസ് തീരാൻ എത്ര കാലം എടുക്കുമെന്നാണ് നിങ്ങളുടെ അസംഷൻ? എങ്ങനെയാണെങ്കിലും 3-4 വർഷം അന്വേഷണം, വീണ്ടും അന്വേഷണം, ചോദ്യം, ഇനി ആരെങ്കിലും വിധി വന്നാൽ അതിന് എതിർ ചോദ്യം. ഇപ്പൊ ഈ 4-5 വർഷം പരിപാടിക്കൊന്നും പോകാതിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ നിയമ സംവിധാനത്തിലെ പ്രാക്ടിക്കൽ ഇഷ്യൂ. ഇത്രയും കാലം പുള്ളി പോകാതിരിക്കണോ? അങ്ങനെ പോകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വ്യാജ പരാതി കൊടുക്കുന്നത്. അതായത് ഇവൻ പരാതിക്കാരനാണ് എന്ന് പറഞ്ഞ് ഒരു മുഖമിട്ട് ഇവനെ വൃത്തികേടാക്കാൻ ശ്രമിക്കുന്നവരല്ലേ അത് ചെയ്യുന്നത്. അപ്പൊ അവളോടൊപ്പം എന്ന് പറയുന്നത് ഇനി നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്താ? എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇന്നസെന്റ് അങ്ങനെയാണല്ലോ നമ്മുടെ തത്വമല്ലേ, ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇത് മുകേഷ് നാർക്ക് മാത്രമല്ല, നമ്മുടെ സഖാവ് MA ബേബി ദിലീപേട്ടന്റെ സിനിമ കാണാൻ പോയി. ശ്രീ MA ബേബിക്കെതിരെ സഹകരണമാക്കണോ? കേട്ടാതൊന്നും ദിലീപിനെ കുറ്റക്കാരനാണ് കോടതി പറഞ്ഞത്. ഈ മാസം പുള്ളിയുടെ വിധി വരും. 100% എഴുതി വെച്ചോളൂ. 99% പുള്ളിക്ക് അനുകൂലമായ വിധി. കാര്യം കേസിന് വരട്ടൊന്നുമില്ല. പുള്ളിയുടെ ശത്രുക്കൾ എന്ത് ചെയ്തു? പുള്ളിയെ മോശക്കാരനായിട്ട് ഒരു കേസ് ഉണ്ടാക്കി. ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? ഇനി ഈ കേസുകൾക്ക് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കേസുകൾക്ക് എന്തെങ്കിലും അവസാനം ഉണ്ടോ? അവസാനം ഇല്ലെന്ന ഒരു കൗതുകത്തോടെ കാര്യം പറയാം. നിങ്ങൾ അറിഞ്ഞിരിക്കാനാ, നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടി ബാക്കി 6 പേർക്കെതിരെയും കൂടെ പരാതി കൊടുത്തു. നിവിൻ പോളിയുടെ അതേ കേസിൽ തന്നെ. അവര് കഷ്ടകാലത്ത് ആ സമയത്ത് ദുബായിലുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്ത് അന്വേഷണം നടക്കുകയാണ്? പോലീസ് എന്താ അന്വേഷിക്കുന്നത്? അതായത് 7 പേർക്കെതിരെ പരാതി കൊടുത്തു. ഒരാളാണ് നിവിൻ പോളി. അത് വ്യാജ പരാതിയാണെന്ന് പോലീസ് കണ്ടെത്തി. നിവിന്റെ ഭാഗ്യത്തിന് നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു. ബാക്കി 6 പേർക്കെതിരെ പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തന്വേഷിക്കുകയാണ്? അപ്പൊ ഈ കാലം മുഴുവൻ അവർ പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം. ഈ കാലം മുഴുവൻ അവർ അകന്നു നിൽക്കണം. ഇനി ഈ പുള്ളിക്ക് അത്യാവശ്യം എല്ലോ ഫോണ്, പുള്ളിക്ക് ബ്രാൻഡിങ്ങിന് ഒരുപാട് കിട്ടുന്നുണ്ട്. സാധാരണക്കാരന് വന്നവൻ പെട്ടുപോകാം. എത്ര ലക്ഷം രൂപയാണ് ചെലവാകുന്നത്? ഇപ്പൊ ഇത് നമ്മുടെ ജില്ലാ കോടതി, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകണമെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവാകും? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാം, ശ്രീ സിദ്ദിഖിന് ഏറ്റവും കുറഞ്ഞത് 30-40 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. അപ്പുറത്തെ പെൺകുട്ടിയുടെ ചെലവ് ഫേസ്ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് 3 തവണ മാറിയ സ്റ്റേറ്റ്മെന്റ്. 10-30-40 ലക്ഷം രൂപ ഒരാൾക്ക് ചിലവാകുകയാണ്. കാര്യം എന്താ? ഇപ്പൊ മുകേഷ് ഇപ്പം പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ ഒരു പെറ്റി കേസ് പോലും എനിക്ക് വന്നിട്ടില്ല. നമ്മുടെ എല്ലാതാണ്, ഞാൻ അങ്ങനെ കേസിലൊന്നും പെട്ടില്ല. അത് നമ്മുടെ ഒരു മിഡിൽ ക്ലാസ്സുകാരുടെ അഭിമാനമാണ്. കാര്യം അങ്ങനെ കേസിൽ പെട്ടാൽ ഞാൻ എന്തോ മോശക്കാരനാണ് എന്ന് നാട്ടുകാർ കരുതും എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഈ കേസിൽ നിന്ന് ഓടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിജയബാബു ജോർജിയയിലോട്ട് പോകുന്നത്. മറ്റേ സിദ്ദിഖ് സാറ് ലുക്കൌട്ട് നോട്ടീസ് ഡൽഹിയിലാണ് പോയത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് പോയത്, ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ 6 മാസം നമ്മുടെ ഇദ്ദേഹം ഒളിച്ചു താമസിക്കുന്ന കാര്യം. പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 2 ആഴ്ച ജയിലിൽ കിടന്നാൽ ജാമ്യം കിട്ടും. പക്ഷെ ജീവിതകാലം മുഴുവൻ ആ ചാപ്പ കിടക്കും. എന്താ പോക്സോ കേസിലെ പ്രതിയാണ് കുട്ടികൾ ചെയ്യുന്നത്. എന്താ ഒരു പെൺകുട്ടിയെ അവസരം നൽകി പീഡിപ്പിച്ചാൽ ശ്രമിച്ച ആളാണ് സിദ്ദിഖ്. ഈ മീഡിയ നിങ്ങളെ പറ്റിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഈ പരാതി കൊടുക്കുന്ന ഒരു മീഡിയക്കാരെ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പറ്റിക്കാനാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസാക്ഷി വെച്ച്, സത്യസന്ധത വെച്ച്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയോ കുട്ടിയോ പീഡിപ്പിക്കപ്പെടുന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ധാർമ്മിക ബോധം വെച്ച് നിങ്ങൾ വാർത്ത കൊടുക്കും. ഈ സ്പേസിനെ, നിങ്ങളുടെ നന്മയാണ് ഈ വ്യാജ പരാതിക്കാർ ചൂഷണം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മുകേഷ് ഈ മുകേഷ് അല്ല, മറ്റേ സിനിമയാണ് മുകേഷ്. ഞാൻ മുകേഷേട്ടൻ വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി കണ്ടത്. മുകേഷേട്ടൻ പറഞ്ഞു രാവിലെ എന്നോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് 1 ലക്ഷം 10 ലക്ഷത്തിന് എന്റെ മോക്ക് അഡ്മിഷൻ വേണം.
അവരുടെ മോക്ക് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് മുകേഷാണ് 1 ലക്ഷം 10 ലക്ഷം ഒപ്പിക്കേണ്ടത്. ഇത് തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്. പുള്ളിയുടെ അതൊന്നും ഇപ്പൊ കാണിക്കാമല്ലോ, കോടതി തെളിവായിട്ടുള്ളതുകൊണ്ട്. ചേട്ടാ അച്ഛന് വയ്യ, കുറച്ച് കാശിന്. ആ കുട്ടിയുടെ അച്ഛന് വയ്യാത്തത് വിഷമകരമായ ഒരു അവസ്ഥയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ കുട്ടിയുടെ അച്ഛന് വയ്യെന്ന് പറഞ്ഞ് മുകേഷാണ് ആകാശം കൊടുക്കേണ്ടത്. അപ്പം തന്നില്ല. അപ്പം ആ കുട്ടിക്ക് ദേഷ്യം ഇതായിരിക്കും, ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളി സഹായിച്ചില്ല എന്ന് തോന്നലായിരിക്കും. അപ്പം വേറെ ചില ഇൻഫ്ലുവൻസേഴ്സ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോയി കേസ് കൊടുക്കും. സി, നിങ്ങൾക്കെതിരെ ഇത് നാളെ വന്നൂടെ? നിങ്ങൾക്ക് എന്ത് ചെയ്യും? പിന്നെ മുകേഷ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. മുകേഷ് പണ്ട് ടി വിയിൽ എന്നെ ഈ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ മുകേഷ് എനിക്ക് ഇയാൾക്ക് വട്ടാണോ, ഇയാൾക്ക് എന്തിന്റെ പ്രശ്നമാണ്? പക്ഷെ പുള്ളിക്ക് നേരെ ഒരു കേസ് വന്നപ്പോഴാണ് ആ പൊള്ളന് മനസ്സിലായത്. മുകേഷിനോട് ആദ്യം എന്ന് പറഞ്ഞു, അതും കൂടെ പറഞ്ഞ് നോക്കുക. ഞാൻ പലപ്പോഴും രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് കാണാറുണ്ട്. അപ്പൊ അതിൽ ഒരു ദിവസം പുരുഷ കമ്മീഷൻ നടക്കുന്ന കാര്യങ്ങൾ എന്തിന്റെ ആവശ്യം ഇങ്ങനെ. പക്ഷെ എനിക്കൊരു ആവശ്യം വന്ന സമയത്ത് രാഹുൽ ഈശ്വറും അല്ലെങ്കിൽ ഈ ഒരു മെൻസ് അസോസിയേഷൻ എനിക്കൊരു നല്ലൊരു അഡ്വക്കേറ്റിനെ സജസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചിന്തിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാവുമെന്ന്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വൈകിട്ട് നമ്മളെ ഡയറക്ടർ രഞ്ജിത്ത്, അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക ഒരു കേസ് വന്നു, ഒരു സ്വവർഗരതിയിൽ ഏർപ്പെട്ടു പറഞ്ഞിട്ട്. പക്ഷെ ഈ പരാതി കൊടുത്ത ആള് ഒരു പരാതി കൊടുത്തിരുന്നു. ഈ 2015 സ്റ്റാർട്ട് ചെയ്ത ഹോട്ടലിൽ വെച്ച അയാൾ പീഡിപ്പിച്ചത്. പക്ഷെ സംഭവം നമ്മൾ 2012 ആ സമയത്ത് ഹോട്ടലിൽ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. പക്ഷെ രഞ്ജിത്ത് അതിനകത്ത് അറിയില്ല, അദ്ദേഹം മോശക്കാരനായില്ല. പിന്നെ തെളിഞ്ഞു വന്നപ്പോൾ ആ ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്ത് 2015 പക്ഷെ 2012 ഈ പീഡനം നടന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഹോട്ടൽ ആ സമയത്ത് അവിടെ ഇല്ല. ഇത്തരം ഒരുപാട് ക്ലാസിക് എക്സാമ്പിൾസ് ഉണ്ട്. നിവിൻ പോളി, ദിലീപ് ഏട്ടന്റെ കേസ്, എല്ലാം എന്നെ ഒരുപാട് പേര്, എനിക്ക് പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു, ഐക്യദാർഢ്യം പറഞ്ഞിരുന്നു. മുകേഷ് ഫൈറ്റ് ചെയ്യണം, നമുക്കൊക്കെ വേണ്ടി, നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മുകേഷ് മുൻനിരയിൽ പറയണം, ഫൈറ്റ് ചെയ്യണമെന്ന് ഒരുപാട് പേര് വിളിച്ചു. പൊളിറ്റിക്കലി ഒരുപാട് പേര് വിളിച്ചു. പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. എനിക്ക് അവരെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ മോശക്കാരൻ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ടതല്ല. ഒരുപാട് പേര് വിളിച്ച് പറയുന്ന കാര്യമുണ്ട്. കാരണം ഇത് നാളെ ആർക്കും വരാവുന്ന ഒരു കാര്യമാണ്, ആർക്കും എപ്പോഴും സംഭവിക്കും. കാരണം പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾക്കെതിരെ വരാം വ്യാജ പരാതികൾ. ഈ 4900 വ്യാജ പോക്സോ കേസുകളാണ് കഴിഞ്ഞ വർഷം കോടതി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. 4900, 1 2 അല്ല, 1000 പോട്ടെ, 2000 അല്ല, 4000, ഒരു വർഷം. അപ്പൊ അത്തരം കേസുകളാണ് ഇതിന്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കേസുകളിൽ ഇനി ആരും പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഫൈറ്റ് ചെയ്യും. കാരണം എനിക്ക് കോൺഫിഡൻസ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത്തോളം ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ലൈഫിൽ എൻഡ് ചെയ്യാണ്. ഒരു സാധനം കോടതി പറയുകയാണെങ്കിൽ ഹീസ് ഗിൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ മൊമെന്റ്, നിങ്ങൾ ഇത്രയും പേരെ സാക്ഷി നിർത്തി, ലോകത്ത് സാക്ഷി നിർത്തി, ഇത്രയും മാധ്യമങ്ങൾ നിർത്തിയാണ് ഞാൻ പറയുന്നത്. ആ മൊമെന്റിൽ എന്റെ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വിൽ ബി ഡിലീറ്റഡ്. ആ മൊമെന്റിൽ എനിക്ക് 4 അക്കൗണ്ട് ഉണ്ട്, 4 അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു കോൺഫിഡൻസിൽ എല്ലാവർക്കും നിന്ന് എനിക്ക് ഒരുപക്ഷെ പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും സംസാരിക്കാൻ ആൾക്കാർ നേരിടാനൊക്കെ മടിയുണ്ടായിരുന്നു. എനിക്ക് ഒരു കാര്യം കൂടെ പറയേണ്ട, ആർക്കെങ്കിലും എതിരെ കള്ളപ്പരാതി, വ്യാജപരാതിയൊക്കെ വരികയാണെങ്കിൽ ആരും വിഷമിക്കരുത്. നല്ലൊരു വക്കീലിനെ കാണുക, നിങ്ങൾ പോരാടണം. ഒന്നുമില്ലെങ്കിൽ നമ്മളെയൊക്കെ ബന്ധപ്പെട്ടാൽ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാനൊരു അനുഭവസ്ഥനായതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് രാഹുൽജിയോട് ചേർന്നിട്ട്, കാരണം അതിജീവിതൻ എന്ന് അദ്ദേഹമാണ് അങ്ങനെ ഒരു ടൈറ്റിൽ എനിക്ക്. അതുകൊണ്ട് ഞാൻ അദ്ദേഹമായിട്ട് ചേർന്നിട്ട് എല്ലാ ഇതുപോലുള്ള വ്യാജ പരാതികൾക്കെതിരെ പോരാടുന്നതായിരിക്കും. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും കാണും. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇതേ പ്രസ് കോൺഫറൻസ് നടത്തണം, മുകേഷ് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ വരാൻ കാരണം, അല്ലെങ്കിൽ ഇത് സംസാരിക്കാൻ കാരണം തന്നെ ഇനി ഒരു പുരുഷന്മാർക്കെതിരെയും ഇതുപോലുള്ള വ്യാജ പരാതികൾ വരാതിരിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ വ്യക്തമായ സത്യാവസ്ഥ നമ്മൾ ലോകത്തെ ബോധ്യപ്പെടുന്നത്. അതിനായിട്ട് ആരും പിന്നോട്ട് പോകും. വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ലതാണ്, ആരാന്റെ അച്ഛനെതിരെ വ്യാജ പരാതി വന്നാൽ കാണാൻ നല്ലതാണ്. നമുക്ക് ഒരുപാട് തത്വം പറയാം, ഹോളിയർദാന്തവും പറയാം. പക്ഷെ സ്വന്തം അച്ഛനും സ്വന്തം അമ്മയ്ക്കും നമുക്കും അത് സംഭവിക്കുമ്പോഴേ ഇതിന്റെ വേദനയുള്ളൂ. ആ വേദന ഞാൻ വ്യക്തിപരമായി അറിഞ്ഞിട്ടുണ്ട്, ആ വേദന മുകേഷ് അറിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിൽക്കുന്ന 99% ഒരുപാട് പേർ, ഇപ്പം പ്രകടമായ കേസുകൾ വെച്ചപ്പോൾ സിദ്ദിഖാണെങ്കിലും വിജയ് ബാബു ആണെങ്കിലും നിവിൻ പോളി ആണെങ്കിലും ഉമ്മൻചാണ്ടി സാർ ആണെങ്കിലും ദിലീപേട്ടാണെങ്കിലും ഒരുപാട് പേർ അറിഞ്ഞിട്ടുണ്ട്. ഈ വ്യാജ പരാതികളുടെ ഒരു കൾച്ചർ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയണം. അതിന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വാർത്തയെങ്കിലും കൊടുക്കണം. അതിന് കോടതിയെ കാട്ടി നമ്മുടെ മാധ്യമങ്ങൾക്കാണ് കഴിയുക. നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഇത്ര മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്റെ കോണ്ടാക്ട് നിങ്ങൾക്ക് അങ്ങനെ വ്യാജ പരാതി എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്യാജ പരാതിയാണ്, ഞങ്ങൾ എല്ലാം ഒന്നുമല്ല, വ്യാജ പരാതിയോ നമ്മൾ വെറ്റ് ചെയ്യുകയും പരിശോധിച്ചിട്ടേ എടുക്കും. ഇനി ആ മെൻസ് കമ്മീഷണർ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 140 MLA-മാർക്ക് നിയമസഭ കോപ്പിയായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഈശ്വറല്ല, നമ്മൾ നിയമസഭയിൽ സ്വകാര്യ ബില്ലായിട്ട് എൽദോസ് കുന്നപ്പള്ളി ഇത് കൊണ്ടുവരാൻ സ്പീക്കറുടെ അനുമതി തേടി. സ്പീക്കർ അനുമതി തന്നു, അതുകൂടെ അറിയണം. ശ്രീ ഷംസീർ അനുമതി തന്നു. 140 MLA-മാർക്കും ഇത് നിയമസഭാ സെക്രട്ടേറിയറ്റ് കോപ്പിയായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്.
അവതരിപ്പിക്കാനുള്ള ആ ദിവസങ്ങളിൽ അടുപ്പിച്ച് ശ്രീ വി ഡി സതീശൻ അത് കോൺഗ്രസിനുള്ളിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് അത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇനിയും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക പരിപാടി പോലെ പുരുഷ സമ്പർക്ക പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യാജ പരാതി വന്നെങ്കിൽ എന്റെ വ്യക്തിപരമായ നമ്പർ 9567212345 ആണ്. എന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിയമസഹായം, നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, കോച്ചിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നാളെ ഒരു പുരുഷന് ഇത് പറ്റാതിരിക്കാനാണ്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ സഹോദരൻ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ അച്ഛൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ മകൻ, നമ്മുടെ ബന്ധു ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അദ്ദേഹത്തിൽ മാത്രമാണ്. അവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തർക്കുമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടിയാണ്. താങ്ക് യു. ഞാൻ അയച്ചില്ല, എന്നോട് പറഞ്ഞു പേഴ്സണൽ അയച്ചില്ല. ഇതിനകത്ത് എനിക്ക് ഉറപ്പായ ഒരു കാര്യം, ഞാൻ നിരപരാധി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളുമായിട്ട് അഡ്വക്കേറ്റിനെ സമീപിക്കുന്നത്. അഡ്വക്കേറ്റ് ഞാൻ ഇവിടെ നാട്ടിലൊന്നും അല്ലായിരുന്നു. അഡ്വക്കേറ്റ് കോടതിയെ സമീപിച്ചു. കോടതി തെളിവുകളുടെ രാഹുൽ വായിച്ചാണ് പ്രൈമ ഫേസിന്റെ നമ്മൾ ട്രാക്ട് ആയതുകൊണ്ടാണ്, പോളിസി അല്ലെങ്കിൽ കൂടെ ആയതുകൊണ്ടാണ്. പിന്നെ അതിലുപരി പല കാര്യങ്ങളുണ്ട്. ഇത്രയും പബ്ലിക് ആയിട്ട് നടക്കുന്ന ഒരു ഷൂട്ടിൽ നമുക്ക് ഒരു കേസ് ഇങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതെല്ലാം കണക്കിലെടുത്തിട്ട് തന്നതാണ്. നമ്മള് ഇവിടുത്തെ മന്ത്രി കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോടതി പോലും ഇത്രയും മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ബെയില്. അത്തരത്തിലുള്ള ഒരാളെ പ്രതി എന്ന് പറയാതെ കുറ്റാരോപിതൻ മാത്രമാണ്. അതാണ് എനിക്ക് പറഞ്ഞത്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും കേസുണ്ട്. എസ്എൻസി ലാവിൽ കേസ് എത്ര വർഷം അദ്ദേഹത്തെ വേട്ടയാടി, മുഖ്യമന്ത്രിയെ വേട്ടയാടിയ കേസുണ്ട്. ഇത് ഭരിക്കുന്ന മുഖ്യമന്ത്രി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അദ്ദേഹം അസംബ്ലി കയറിയിട്ട് ഇതുപോലത്തെ ഒരു ഡയസിന്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ ആ കേസ് പുള്ളിയെ വേട്ടയാടിയിട്ടുണ്ട്. ഒരുപാട് ഇത്രയും കേസുകളിലൊക്കെ പ്രതികളായിരുന്ന ആൾക്കാർ. ഇതൊക്കെ അവരാരുടെ പേരിൽ ഒരു കേസ് ഉണ്ടാവുന്നത്, അത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന കേസില്ല. എന്റെ ഒരു ക്രിമിനൽ കേസില്ല ചരിത്രത്തിൽ. എന്റെ പേരിൽ ആകെ 2 എക്സൈസ് പെറ്റി കേസുണ്ട്. അത് ഞാൻ ബാർ ഉദ്ഘാടനം ചെയ്തതിന് ഉള്ള കേസാണ്. കാരണം ബാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബാറിന് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ 2 പെറ്റി കേസുകൾ ഒഴിച്ച്, എക്സൈസ് കേസുകൾ ഒഴിച്ച് വേറെ ഒരു ക്രിമിനൽ കേസുള്ള ഒരാളാണ്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് എന്റെ പേരിൽ ഒരു കേസ് വരുന്നത്, ഒരു ക്രിമിനൽ കേസ്. ആ ക്രിമിനൽ കേസ് ഗംഭീരമായിട്ടുള്ള പോക്സോ കേസ്. പക്ഷെ അതില് പോക്സോ കേസ് നമ്മൾ ലൈംഗിക അതിക്രമം കാണിച്ചു അല്ല, അത് പറയുന്നത് നമ്മൾ അവരുടെ സമ്മതമില്ലാതെ ഫോട്ടോയും വീഡിയോയും പകർത്തി ഒരു ഗ്രൂപ്പ് ഓഫ് മോഡൽസിന്റെ ഇടയിൽ വരുന്ന ഒരു മോഡലുണ്ട്. ഞാൻ അവരുമായിട്ട് വളരെ എന്താ പറയുക, എന്റെ കൈകാലിൽ എത്തുന്ന ഡിസ്റ്റൻസിൽ പോലും എല്ലാം അഭിനയിച്ചിരിക്കുന്നത്. അതെല്ലാം വീഡിയോസ് പോലീസിനും ഒക്കെ ഉണ്ട്. കോടതിയിൽ പരിശോധിച്ചാണ്. അതുകൊണ്ടാണ് എനിക്ക് മെയിൽ കിട്ടിയത്. മനസ്സിലായി? കാണും. പക്ഷേ അമ്മ കൂടെ അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ ഞാൻ മുതലേ എന്റെ വായും കൈയും കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു കേസ് നിലവിലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് പച്ചയ്ക്ക് പലതും പറയാൻ പറ്റും. കേസിന്റെ വിധി വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. ഞാനത് വെല്ലുവിളിയായിട്ട് ഇപ്പോഴും പറയുന്നു. കേസിൽ ഞാൻ അപരാധിയാണെന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ ആ മൊമെന്റിൽ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉള്ളതാണ്. ഞാൻ എന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, പിന്നെ എനിക്ക് UAE ടിക്ടോക്ക്, ഇത്രയും ഐഡീസ് ഉള്ളത്. ആ മൊമെന്റിൽ ഡീആക്ടിവിറ്റി ഞാൻ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ എനിക്ക് അതെനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഐ എം ഇന്നസെന്റ്, ഐ വിൽ പ്രൂവ് ഐ എം നോട്ട് ഗിൽറ്റി. പിന്നെ നിയമത്തിൽ അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നിയമത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. അതിനും കുറ്റവാളികൾ രക്ഷപ്പെട്ടുണ്ട്. പക്ഷെ ഒരു നിരപരാധി പോലും അത് ശിക്ഷിച്ച ചരിത്രം ഇതുവരെ ഇല്ല, എനിക്കറിയില്ല. അപ്പൊ അത് ആ ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് പറയും ഈ ഒരു കാര്യം.